ഏത് ഉലകത്തിൽ നമ്മൾ എത്തിയാലും നമ്മൾ ഈ ദേഹം ആർക്കുള്ളതാ? മണ്ണിനുള്ളതാ, ഭൂമിക്ക് ഭക്ഷിക്കാനുള്ളത്. അത് ഓർത്താല് നമുക്ക് എന്തിനാ അഹങ്കാരം? ഇവരെ പറഞ്ഞു പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഉസ്താദ് വന്നിട്ട് ഈ നേർച്ച ഭക്ഷണം കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ പാമ്പായി പോകുന്നു. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ മനസ്സിനാണ് വയസ്സ് കൊടുക്കേണ്ടത്. കണ്ണൂർ സ്ലാങ്ങിലെ ഞാൻ സംസാരിക്കും. അത് കൊച്ചിക്കാർക്കൊന്നും പുതുമായിട്ട് ഇപ്പൊ തോന്നലില്ല. അതേപോലെ തന്നെ ആസിഫ് അലിക്ക് അല്ലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ആസിഫിന് ഏറ്റവും ഇഷ്ടത് എൻ്റെ ഉന്നക്കായ. എനിക്ക് പറക്കാതെ പോയ മകന് എന്ന് പറയില്ല. അതുപോലെ എന്തെങ്കിലും നമ്മളെ മുഖത്ത് കാണുമ്പോൾ ഉമ്മാക്ക് എന്താ അത് മനസ്സിലാക്കുമ്പോ അത് ശരിക്കും നമുക്കൊരാളുണ്ട് ഫീൽ ചെയ്യാൻ. അപ്പൊ എന്നോട് പറയല് ഉമ്മ നോക്ക് ഫോൺ കൊടുക്കുന്നു, ഓക്ക് ഫോൺ കൊടുക്ക്. നമ്മള് കണ്ണൂര് ഓള് ഇവള് എന്നല്ല പറയാൻ, ഓക്ക് ഫോൺ കൊടുക്ക്. ഒരു പൊതിച്ചോറ് എന്നുള്ള സമ്പ്രദായം കൊണ്ടുവന്ന ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നും എനിക്കൊരാളിന്റെ ഒരു പടി താഴേക്കാൻ ഇഷ്ടം. എഴുതാനെല്ലാം ആഗ്രഹമുള്ളവര്, അല്ലെങ്കിൽ എഴുത്തല്ലാണ്ട് വേറെ എന്തെങ്കിലും തരത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഒതുങ്ങി പോകാൻ പാടില്ല. നമസ്കാരം, വെൽക്കം ടു സവി ടോക്സ്. കണ്ണൂരിനെ ഏറെ ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും സ്വതസിദ്ധമായ തൻ്റെ ഭാഷയിലൂടെയും ഭക്ഷണത്തിലൂടെയും മറ്റുള്ളവരിലേക്ക് കണ്ണൂരിന്റെ മഹത്വം അറിയിക്കുന്ന നമ്മുടെ കണ്ണൂരിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയും കൂടാതെ നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ ആസിഫ് അലിയുടെ മദർ ഇൻ ലോയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. യെസ്, മുംതാസ് ആസാദ് മാം. വെൽക്കം മുംതാസ്. മുംതാസ് ആസാദ് ആണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം മോളെ, സുഖമായിട്ടിരിക്കുന്നു. ഞാന് കുറെ നാളായിട്ട് 11 വർഷമായിട്ട് കൊച്ചിയിലാണ്. പക്ഷെ എൻ്റെ വേര് കിടക്കുന്നത് കണ്ണൂരാണ്. അപ്പം കണ്ണൂർ സ്ലാങ്ങിലെ ഞാൻ സംസാരിക്കും. അത് കൊച്ചിക്കാർക്കൊന്നും പുതുമായിട്ട് ഇപ്പൊ തോന്നലില്ല. എല്ലാരും അതേ സ്ലാങ്ങിൽ തന്നെ എന്നോടും തിരിച്ച് സംസാരിക്കുന്നു. അപ്പൊ ഏറെ പ്രിയം എന്താണെന്നറിയോ, നമ്മളെ ചിന്തകള് വേര് നട്ട് തായ് വേര്, ആഴത്തിലൂന്നിയ വേരുകളാണ് നമ്മളെ തലയിലുള്ളത്. ആ വേരുകൾ തന്നെ നമ്മളെ സ്ലാങ്ങിലും കൂടി ഇവിടെ പതിപ്പിക്കുന്നെന്ന്. അത് എല്ലാ സ്ഥലത്ത് പോയാലും, ഇപ്പം ഒരുവിധം രാജ്യങ്ങളിലൊക്കെ പോയാലും ഞാൻ പറയുന്നത് എൻ്റെ ഈ കണ്ണൂർ ഭാഷ തന്നെയാണ്. അതിലെനിക്ക് ഇന്നും അഭിമാനമാണ്. കാരണം എന്താ പറയുക, കുറെ പേര് ഭാഷ മാറ്റി സംസാരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. തൃശ്ശൂർക്കാരെ എന്നോട് ചോദിക്കും, നിങ്ങള് മലയാളം എന്ത്? എനിക്ക് നിങ്ങളെ തൃശ്ശൂർ സ്ലാങ് അറിയൂല, പക്ഷെ നിങ്ങളെ ഭാഷ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ നിങ്ങളും എൻ്റെ ഭാഷ ഇഷ്ടപ്പെട്ടോ. പക്ഷെ മറ്റുള്ള ജില്ലക്കാരെ ഞാൻ ഒരിക്കലും നമ്മളായിട്ട് ഉപമിക്കാൻ നോക്കൂല. 14 ജില്ലക്കാർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ട്. അവർ ജനിച്ച് വളർന്ന എന്നെ പോലെ കൂറുണ്ടാകാം, സ്നേഹമുണ്ടാകും, അവിടുത്തെ ഭക്ഷണ രുചികളൊക്കെ ആവാം. അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഏറ്റെടുത്തിട്ട് കണ്ണൂരാണ് എൻ്റെ ഇതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇന്നും പ്രിയപ്പെട്ടത് എൻ്റെ കണ്ണൂരിൻ്റെ ഭക്ഷണങ്ങൾ, പണ്ടത്തെ ആചാര രീതികൾ, തറവാടുകൾ, എന്താ പറയുക, തറവാടിൻ്റെ തൊടികൾ, സൊറപ്പുരകൾ. അന്നേരം പ്രായമായ ഉമ്മമാർ കുട്ടിത്തന്നെല്ലാം പറഞ്ഞതുണ്ട്. അവരൊക്കെയാണ് സത്യവന അയൽ ലേഡീസ് തന്നെ പറയാം. അവരൊക്കെ ആ സമയത്ത് ഇവർ മുറുക്കാനും റാഫി സാഹിബിൻ്റെ പാട്ടും. അന്നേരം ഈ കണ്ണൂര്, പാകിസ്ഥാന് എല്ലാം കൂടി നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ സിറ്റി കണ്ണൂർ താഴ്ത്തെരുവ് മലയാള മനോരമ ഓഫീസിൻ്റെ ഏരിയയിലൊക്കെ കുറേ പാകിസ്ഥാനികളും പാഴ്സികൾ, യമനികൾ, അങ്ങനെ ഒരു എന്താ പറയുക കൂട്ടായ്മയുടെ സ്ഥലമാണ്. പരസ്പരം കല്യാണം കഴിച്ച പോലും ഉണ്ട്. പിന്നെ ഈ പാകിസ്ഥാന് ഇന്ത്യ യുദ്ധം വന്നേരം കുറേ ആൾക്കാർ പകുതി ഇവിടെയും പകുതി അവിടെയായിപ്പോയി. അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. അതിൽ ഇരയായത് കണ്ണൂർ ആൾക്കാരാണ്, കണ്ണൂരിലെ സിറ്റിയിലെ ആൾക്കാരാണ്. പറഞ്ഞ പോലെ ഇത്ത ഒരു എഴുത്തുകാരിയാണ്. കുറേയധികം ബുക്സ് ഇത്ത എഴുതിയിട്ടുണ്ട്. മൈലാഞ്ചി കിസ്സയിലാണ് ഈ കണ്ണൂരിന്റെ എല്ലാ അവര് പാടിയ പാട്ടുകള്, അവർ ഏത് വിധത്തിലാണ് സൽക്കാരപ്രിയരായത്. നേർച്ചകളെല്ലാം ഇപ്പം നേർച്ചകളൊക്കെ കുറഞ്ഞു വരുന്നു. പണ്ട് നേർച്ചകൾ എന്ന് പറയുമ്പം ഓരോ തറവാടിന്റെ ഉത്സവമാണ്. അന്നാണ് ഈ കസിൻസ് ഒക്കെ ഒത്തുകൂടുന്നത്. ഓരോ കളികൾ, ഉപ്പ് സോഡ, കൊത്തങ്കല്ല്, തൂണ് കളി, വെയില്, മഴ, ഇതെല്ലാം കളിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഇന്നത്തെ മാതിരി ഒരു കുട്ടി 2 കുട്ടിയല്ല, ഒരാൾക്ക് 11, കാണുന്നവർക്ക് 11 കുട്ടികളുണ്ടാവും. എൻ്റെ ഉമ്മാമ്മക്ക് 8 കുട്ടികളുണ്ട്. ഉമ്മാമ്മൻ്റെ മക്കൾ പ്രസവിച്ചത് നമ്മളെല്ലാം പോലെ 7 കുട്ടികൾ. അങ്ങനെ കലർന്ന ഒരു തറവാടില് പന്തല് 2 വരും.
നേർച്ച ഉണ്ടാവുമ്പോ. അപ്പോ ഇവരെ പറഞ്ഞു പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഉസ്താദ് വന്നിട്ട് ഈ നേർച്ച ഭക്ഷണം കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ പാമ്പായി പോകുന്നു. അപ്പൊ ഈ ബിരുദന്മാരുണ്ടാവും, ആൺകുട്ടികൾ ബിരുദന്മാർ എന്നാ നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അതിലുള്ള ഒരു നെയ്യപ്പം എടുത്ത് കഴിക്കും. നമ്മള് കണ്ണു പൂട്ടി നിൽക്കും, ഇല്ല നമ്മള് കണ്ണു പൂട്ടി തോർക്കും. ഒരു പാമ്പ് അവൻ ചിരിച്ചു നിൽക്കുന്നുണ്ട് അവിടെ. അപ്പൊ അന്നേരം നമുക്ക് ഇതെല്ലാം അന്ധവിശ്വാസമാണ്. പക്ഷെ ഇത് ഇവരെ ആചാരങ്ങളായി വെറുതെ മാറിക്കൊണ്ട് വന്നതാന്നല്ല ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ ഇന്ന് എനിക്ക് രാവിലെ തന്നെ ഇത്തേന്റെ ഒരു കോട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ. അതായത് ഇത്തേനെ കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങൾ വിമൻ എംപവർമെന്റ്, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു മോട്ടിവേഷൻസ് കാര്യങ്ങളെല്ലാം ഇത്ത പറയലുണ്ട്. അപ്പൊ ഇത്ത ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്ത വളർന്നു വന്ന ഇപ്പൊ നമ്മൾ ആ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചോദിക്കുന്നതാണ്, ആ ഒരു സമയത്ത് ഒരു റെസ്ട്രിക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു മോളെ? ആൺകുട്ടികളെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ തറവാട്ടില് ആൺകുട്ടികളും പെൺകുട്ടികളും മിങ്കിൾ ചെയ്യാൻ പാടില്ല. നമുക്ക് വേറെ അറക്കുച്ച് എന്ന് പറഞ്ഞാൽ അറക്കുള്ളിനൊരു അറയുണ്ട്, അവിടെയാണ് പെൺകുട്ടികൾ അതിന് കിടക്കാൻ രാത്രി. അതിന് കാവൽക്കാരായിട്ട് കുറച്ച് ശിങ്കടികളും ഉണ്ടാവും. ശിങ്കടികൾ എന്ന് പറഞ്ഞാൽ കാവൽക്കാരായ വീട്ടില് പണിക്കാറും ആൾക്കാർ, അസീത്ത, സെബീത്ത, സൈനീത്ത, ഇവരൊക്കെയാണ് നമുക്ക് അന്നത്തെ ലോക്ക് താക്കോൽ കൂട്ടങ്ങൾ തന്നെ പറയാം. പെൺകുട്ടികൾ കടന്നു പോകുന്നതും വരുന്നതും എല്ലാം സത്യത്തില് എൻ്റെ വീട്ടില് പെണ്ണുങ്ങൾക്ക് വേറെ പിന്നെ ബാത്റൂം, ആണുങ്ങൾക്ക് വേറെ ബാത്റൂം എല്ലാം. 2 കിണറുണ്ട്, 2 കിണർ. ഞാൻ ബാക്കിയല്ലോ നോക്കി, പക്ഷെ 2 കിണർ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. 2 കിണർ സ്ത്രീകൾക്ക് ഇപ്പോൾ കാണാം. കണ്ണൂർ താഴത്തെരുവ് പോയികള് 2 കിണർ. പിന്നെ അവിടെ പുതിയ വീടുകളൊക്കെ വന്ന കാരണം ഒരു കിണർ അവിടേക്ക് സെപ്പറേറ്റ് ആയി മാറി. ആ കിണറിന് തന്നെ സ്റ്റെപ്സ് ഉണ്ട്. അവിടെ ഇരുന്നിട്ടാണ് കഥ ബുക്കെല്ലാം വായിക്കാൻ. എല്ലാ കള്ളക്കളിയും കളിക്കണമെങ്കിൽ അവിടെ നിന്നേ പറ്റും. തൊട്ടാവാടി പൊട്ടിക്കല്, ഊഞ്ഞാലി, തെങ്ങിൽ കെട്ടിയിട്ടുള്ള ഊഞ്ഞാലി. പിന്നെന്താ പറയാ, നമ്മൾ ഈ ഓണമെല്ലാം വരുമ്പോ സ്കൂളിൽ ഇന്നത്തെ മാതിരി സുലഭമായിട്ട് പൂക്കളൊന്നും വാങ്ങാൻ കിട്ടൂല. അപ്പൊ അവിടുത്തെ തന്നെ പറിക്കുന്ന പൂക്കളും ഇലകളും ചെടികളും ഇതെല്ലാം കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് വേണം. ഈ ഗവൺമെന്റ് പയ്യാമ്പലം GHS ഞാൻ പഠിച്ചത്. അതുകൊണ്ട് ഈ പയ്യാമ്പലം ഈ കടലെല്ലാം എന്റെ മനസ്സിലേക്ക് സത്യമായിട്ടും. ആ ഒരു സമയത്തേക്ക് കുറേയധികം റെസ്ട്രിക്ഷൻ ഉണ്ട്. ഞാൻ നല്ല ഡാൻസ് ഹൈമാവതി ടീച്ചറെ കീഴിൽ പഠിച്ചിരുന്നതാണ്. ഇതിൽ പോയി കാഞ്ഞങ്ങാട് റവന്യൂല് വരെ പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ നമുക്ക് പെൺകുട്ടികള് അകത്തടങ്ങാന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഉണ്ട്. പക്ഷെ അതിലൊരു വേറൊരു മാറ്റം. എൻ്റെ ഉപ്പ ഒരു ടിമ്പർ മർച്ചന്റ് നമ്മളെ ആദ്യകാല ലേഡീസ് ക്ലബ്ബെല്ലാം രൂപീകരിച്ച എൻ്റെ ഉപ്പയും കൂട്ടാളികളും കൂടിയാണ്. ഇപ്പൊ ഫോർവേഡാണ്, കുറച്ച് പുരോഗമന ചിന്തയാണ്. കുട്ടികൾ തട്ടൊന്നും ഇടാൻ പാടില്ല. ബാംഗ്ലൂർ, ബോംബെ എന്നെല്ലാം പോയി വരുമ്പോ സൽവാർ കമ്മീസ്. അപ്പൊ നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പരിഷ്കാരികൾ എന്നാണ്. ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വേഷമാണ് ഈ മറ്റേ ഈ തട്ടയിലിട്ട് ചെയ്യുന്ന പഴയ ഉമ്മച്ച കുട്ടികളെ പോലെ നടക്കുന്ന ഉമ്മാമ കുട്ടികൾ എന്നാ പറയാ. തെക്ക് ഭാഗത്ത് ഉമ്മച്ചിക്കുട്ടി നമ്മളെല്ലാം പറയാനും ഉമ്മാമ മക്കൾ എന്നാ. അപ്പൊ ആ ഉമ്മാമ മക്കൾ എന്നുള്ള രീതി മാറ്റിക്കൊണ്ടാകുന്നത് എൻ്റെ ഉപ്പയാണ്. വിത്ത് ബ്ലൗസ് സാരി ഉടുപ്പിച്ചിട്ട് എൻ്റെ ഉമ്മാനം ഫ്രണ്ടില് ആദ്യമായിട്ട് കാറില് ഇരുന്ന് കൊണ്ടുപോയത്. അന്ന് ഫിയറ്റ് ആദ്യമായിട്ട് കണ്ണൂരിൽ ഇറങ്ങിയതും എൻ്റെ ഉമ്മാനെ ആദ്യമായിട്ട് സൊസൈറ്റി ലേഡിനെ പോലെ കൊണ്ടുപോയത് എൻ്റെ ഉപ്പയായിരുന്നു. പക്ഷെ അന്നത്തെ പ്രമാണിയായിരുന്നു, എല്ലാവർക്കും അറിയാം. മൊയ്തു സേട്ടിന്റെ മോനായിരുന്നു എൻ്റെ ഉപ്പ. ഹോഴ്സ് റേസിലെല്ലാം പങ്കെടുക്കുന്ന ആളാ. ഹോഴ്സ് റേസ് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റേസിന് ഇത് വെക്കുന്ന ആള്, എന്താ പറയാ, പന്തയത്തിന് ബെറ്റ് വെക്കുന്ന ആളായിരുന്നു. അതിപ്പോ ഈ ഇന്റർവ്യൂ കേൾക്കുന്ന ആൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വീട്ടിലെ സ്ഥിരം ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്ന വെസ്റ്റേൺ ഇന്ത്യ സലീം ക, ഷമീം ക, പിന്നെ എന്താ പറയാ കാതറൂട്ടി സാഹിബിന്റെ അവര്, പിന്നെ ബലിപ്പ മാംഗ്ലൂരായിരുന്നു ഹോട്ടലും കാര്യങ്ങളിലും. അതുകൊണ്ട് എൻ്റെ ഉമ്മാമക്ക് തുളു നന്നായിട്ട് അറിയാം. അപ്പൊ കുട്ടികളെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും കുട്ടികളെ പറഞ്ഞ് കുറ്റം പറയുന്നെങ്കിൽ തുളു ലാംഗ്വേജിലാ ഉമ്മാമ പറയാന്. ഉമ്മാമ ഒരു സ്ട്രോങ് ലേഡിയാണ്. എനിക്ക് തോന്നുന്നു ഇത്തന്റെ ഉമ്മയും അതേപോലെ തന്നെ ഉമ്മാമയും എല്ലാവരും. പക്ഷെ ഉമ്മക്ക് ആരനുസരിക്കണ്ടെന്നുള്ള ആ ഒരു പേടിയാണ് മോളെ. കാരണന്മാരെയും ഉമ്മാമ്മമാരെയും ഈ തറവാടിന്റെ യാഥാർത്ഥ്യം അനുസരിക്കണം. എല്ലാ ഓരോ ഭർത്താവിന്റെ കുറെ മാപ്പിള എന്ന് പറയാം, പുതിയാപ്പിളനെ അനുസരിക്കണം. അന്നത്തെ സ്ത്രീകൾക്ക്, എൻ്റെ ഉമ്മാന്റെ കല്യാണം കഴിയുമ്പോൾ ഉമ്മാക്ക് 13 വയസ്സാണ്. അപ്പൊ ഉമ്മാക്ക് അങ്ങനെ ചിന്തിക്കാനൊന്നും ഇതില്ല. അപ്പൊ ഉമ്മ പറയുന്ന കേൾക്കണോ, ഹസ്ബൻഡ് പറയുന്ന കേൾക്കണോ, ആര് പറയുന്ന കേൾക്കേണ്ടത്? പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ
അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ആലോചിക്കുമ്പോ ഇത്തേക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു ചേഞ്ചിനെ കുറിച്ചിട്ട്? ചേഞ്ച് വേണം. ഇതൊക്കെ ഓർക്കാനുള്ള രസക്കൂട്ടാണെങ്കിലും ഇന്നുള്ള തലമുറക്ക് കൊടുക്കേണ്ടത് നമ്മളെന്താ പറയണ്ടേ, നമ്മളൊരു ആത്മവിശ്വാസം. പ്രായം ഒരു നമ്പറേ അല്ല, അത് കാലം നമ്മൾ ഓരോ ദിനവും കൊണ്ടുപോകുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ മനസ്സിനാണ് വയസ്സ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറയും എൻ്റെ മനസ്സിന് സ്വീറ്റ്സ് 17, 18 അതിൻ്റെ അപ്പുറം പോകില്ല. ഉണ്ട് കണ്ണാടിയിൽ എൻ്റെ പ്രായം പറയും. എനിക്ക് ഇത്ര പ്രായമായി, ഉമ്മാമയായി ഞാൻ, ഉമ്മായി 2 പേരക്കുട്ടികൾ ഉമ്മാമയില്ലേ ഞാൻ, അതൊന്നും എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ എൻ്റെ മൈൻഡിനോട് പറയും ഞാൻ 18 വയസ്സാണ്. എൻ്റെ സ്വപ്നങ്ങളാണ് ആ 20 വയസ്സിൽ എന്താ പറയുക 20 വയസ്സിൽ ഈ പുസ്തകം ഇറക്കണമെന്നല്ലോ. പക്ഷെ പറ്റിയില്ല. ആ ഒരു സ്വപ്നമാണല്ലോ ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ സാക്ഷാത്കരിക്കുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രധാന കാരണം ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ആസിഫാണ്. എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് ആസിഫിന് ഒരുപാട് എഴുതിയ സ്റ്റോറീസ് കൊടുത്ത് ആസിഫ് അത് ജസ്റ്റ് ജോയി ആയിട്ട് സംസാരിച്ച് ഉമ്മാക്ക് ഇത്രയും ഇതുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഉമ്മയുടെ മനസ്സിൽ ഇത്രത്തോളം ചിന്തകളുണ്ടോന്നോ ഉമ്മ എഴുതാറുണ്ടെന്ന് എനിക്കറിയില്ല. അവിടെ ഡിസ്കസ് ചെയ്ത് പിറ്റത്തെ മാസം തന്നെയാണ് ഈ ബുക്ക് പുറലോകം അറിയണം. എന്നെ പോലെ എഴുതാനുള്ള ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ എഴുത്തല്ലാണ്ട് വേറെ എന്തെങ്കിലും തരത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോകാൻ പാടില്ല, പുറത്തേക്ക് വരണം. ആസിഫ് അലി എന്ന സത്യത്തിൽ മരുമകൻ കാരണം പിന്നെ മാത്രമല്ല പോലെ എനിക്കൊരു സൗദ പൂന്തോട്ടം ചിച്ചേറ്റ് എന്ന് പറഞ്ഞ പണ്ട് കാലമുള്ള ലേഡീസിന്റെ മാത്രം ഗ്രൂപ്പുണ്ട്. അവരും എനിക്ക് ഇഷ്ടംപോലെ പ്രചോദനം തന്നിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ 18-കാരിയാവും. അവരൊക്കെ കൂട്ടി ഇവിടെ ആയാലോ ഈ ഒരു കണ്ണൂർ ക്ലബിലോ പിന്നെ എവിടെയാണ് എനിക്ക് സത്യത്തിൽ ഈ സാഗര സാക്ഷിയാണ്. അതിലൊരു കഥ ഉണ്ട്, നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ തരും. ഇപ്പം തരൂല. അതിന്റെ ഒരു ആത്മകഥ എഴുതിയതിന് ശേഷമായ ആ സാഗരത്തിന്റെ അതൊരു ഇടൻ അജണ്ടയാണ് എൻ്റെ. അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാരും അത് കാത്തു നിൽക്കുന്നുണ്ട്. ഒരു സാഗരം സാക്ഷിയുണ്ട്, സസ്പെൻസ് ആണ്. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും നടക്കുമ്പോൾ സാഗരത്തിന് സാക്ഷി നിർത്തുന്നത്. പിന്നെ ഈ ഒരു ആംബിയൻസ് എനിക്ക് ഈ ഒരു നല്ല കപ്പലിരിക്കുന്ന ഫീലിംഗ്, ഈ ഒരു അതാണ് ഞാൻ ഇത് ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം. കപ്പലിരിക്കുന്ന ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഇത്തപ്പോ ഹസ്ബൻഡിന്റെ കൂടെ വന്ന് അങ്ങനെ ഒരു ഫീലാണോ? ഇല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് മിശ്രനെ കൂട്ട് വന്ന് എഴുതു. എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരാൻ ഇഷ്ടമാണ്. ആദ്യ കാലങ്ങളിൽ ലേഡീസിൽ സൊസൈറ്റി ലേഡിയിൽ ഞാനാ മറ്റേക്കും ലൈസൻസ് എടുത്തത്. അതും കാരണം പറഞ്ഞുതരാം. കൂത്തുപറമ്പ് ഭയങ്കര കൊലപ്രശ്നങ്ങൾ നടന്നേരം 5 ദിവസം ഹർത്താലായിരുന്നു ആ സമയത്ത്. അന്നേരം എൻ്റെ മോൾക്ക് 3 വയസ്സോ 2 വയസ്സോ അത്രയും ഉണ്ടാവും നമുക്ക്. ആ സമയത്ത് അവൾക്ക് കടുത്ത പനി, 103, 104 അപ്പുറം കിടക്കുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ പോകും. മുറ്റത്ത് കാറുണ്ട്, ഡ്രൈവറില്ല. ഡ്രൈവർക്കെല്ലാം വരാൻ പേടി. ഒന്നാമത് ഇപ്പോൾ പാർട്ടി പ്രശ്നം കാരണം തല്ലും ഇതെല്ലാം കിട്ടുന്നുണ്ട് ഓരോ വീട്ടിൽ നിന്ന്. ഞാൻ ചുമലിൽ കുട്ടീനെ എടുത്തുകൊണ്ട് നടന്ന് പോകുമ്പോൾ പാർട്ടി അനുഭാവികൾ തന്നെ ഒരു ഓട്ടോ, അവർക്ക് ഇപ്പോൾ താങ്ക് യു പറയുന്നുണ്ട്, കടപ്പാടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയാലും കൊണ്ടുപോയി കുട്ടീനെ പെട്ടെന്ന്. ആ സമയത്ത് ഭക്ഷണമൊന്നും ഇല്ല. നമ്മൾ പട്ടിണിൻ്റെ വിശപ്പിൻ്റെ കാഠിന്യം എന്താണ് അറിഞ്ഞത് ആ ഹോസ്പിറ്റൽ വാസത്തിലൂടെയാണ്. വിശപ്പിന് ഇത്രയും കാഠിന്യമുണ്ട്. അന്ന് ഞാനൊരു തീരുമാനം എടുത്ത് 2 കാര്യങ്ങൾ. അവിടുന്ന് എടുത്ത തീരുമാനം പിറ്റേന്ന് തന്നെ ഇത് ഇറങ്ങിയ പാടെ ഡ്രൈവിങ് പഠിക്കും. ഇറങ്ങിയ പാടെ 1 മാസം കൊണ്ട് ഡ്രൈവിങ് പഠിച്ച് പിന്നൊരെടുത്ത തീരുമാനം, രോഗിക്ക് മരുന്നും ഭക്ഷണവും കിട്ടും, പക്ഷേ ബൈസ്റ്റാൻഡർക്ക് ഭക്ഷണം കിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലിന് ഒരു പൊതിച്ചോറ് എന്നുള്ള സമ്പ്രദായം കൊണ്ടുവന്ന ഞാനാണ്. അപ്പം എനിക്ക് പണ്ട് ഓട്ടോഗ്രാഫിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എഴുതിയത് ഡോക്ടറായിട്ട് വരുമ്പം അവർ ഡോക്ടറാവും, നീ ചുമച്ച് വരുമ്പം നിനക്ക് പുറത്ത് 2 അടി തന്ന് വിടും. അങ്ങനെ പലതും എഴുതിയിട്ടും നീ എൻജിനീയർ ആവും, വക്കീലാവും എല്ലാം എഴുതും. പക്ഷെ ഞാനൊന്നും ആയില്ല. കുറേ പേർക്ക് അന്നം കൂട്ടുന്ന അന്നദാതാവായി. സംഭവം പറയല്ലേ സാമൂഹിക സേവനം. അപ്പൊ ഞാൻ ഇത് ഇറങ്ങിയ 4ാമത്തെ ദിവസം തന്നെ ഹർത്താള് കഴിഞ്ഞപാടന്നെ മുറിന്റെ പുറത്ത് ഓരോ പൊതിക്കെട്ട് ചോറ് വെച്ചിട്ട് മായാവിയാവും. അന്നം വെച്ചോടുന്ന മായാവിയ. പിന്നെ അറിയാതെയാണോ? ഇല്ലില്ല, അത് വീട്ടുകാർക്കല്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അനുഭവിച്ചാണ്. അപ്പൊ ആ സമയത്തെല്ലാം പറയൂ ഇങ്ങനെ
ഇങ്ങനത്തെ ഒന്ന് ഇത് ഇറങ്ങും. പക്ഷെ എനിക്ക് തോന്നി അതാണ് ഏറ്റവും വലിയ ചില കാര്യങ്ങൾ നമ്മൾ പറയുമെങ്കിലും സ്വന്തം അനുഭവത്തിലൂടെ വരുമ്പോഴാണ് നമുക്ക് അതിനൊരു കാഠിന്യം അല്ലാണ്ട് നമുക്ക് എന്ത് കഥകൾ ആയിക്കോട്ടെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ അയ്യോ പാവം അങ്ങനെ. പക്ഷേ നമ്മളെ ഒരു സമയത്ത് അത് വരുമ്പോൾ മരണത്തിന്റെ വേദനയും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ മരണത്തിന്റെ വേദന അറിഞ്ഞത് എൻ്റെ 12-13 വയസ്സിൽ എൻ്റെ ഉമ്മ എൻ്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഈ കണ്ണോട് കാണുമ്പോൾ ശരിക്കും മരണത്തിന്റെ വികാരം എന്താന്ന് പോലും എനിക്കറിയില്ല. എല്ലാവരും കരയുന്നു, ഞാനും കരയുന്നു. മരിപ്പ് എന്താണ്, ഉമ്മ എന്നേക്കായി പോവാണ്. നമ്മുടെ എന്താ പറയുക, ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് അസ്തമിക്കുന്നത് എന്നൊന്നും എൻ്റെ മനസ്സിൽ നമുക്ക് അങ്ങനെ ആഴത്തിൽ ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ. അന്ന് മുതൽ ഞാൻ മുതിർന്നവളെ പോലെ ആയിപ്പോയി. നമ്മളെ ഇഷ്ടങ്ങൾ ഇല്ലാണ്ടാകുന്നുണ്ട് മോളെ. വീട്ടിൽ വന്നിട്ട് ഉമ്മ ഇഷ്ടമുള്ളത് പറയണമെങ്കിൽ കുറേ സാമ്പത്തികം നമ്മളെ തളർത്തിയിട്ടേ ഇല്ല. ഉമ്മയില്ല എന്ന് വിചാരിച്ച് സാമ്പത്തികവും തളർത്തിയിട്ടില്ല. നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണങ്ങളും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പകരം വെക്കാൻ പോലെയാവും. പകരം വെക്കാൻ ആരാണ്? നമ്മൾ വിശപ്പറിയുന്നത് ആരാണ്? നമ്മളെ മുഖം പാടുന്നത് അറിയുന്നത് ആരാണ്? ഉമ്മ. ആ ഒരു അതെന്ന് വെച്ചൊരു നഷ്ടം തന്നെയാണ്. അത് ഒരിക്കലും അതാണ് ഞാൻ എൻ്റെ എന്നും മായാതയിലും ഓർമ്മകളുടെ താരാട്ടിൽ ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ ആ നിറഞ്ഞു നിൽക്കുന്ന യൗവന എനിക്ക് 36-ാമത്തെ വയസ്സിൽ ഉമ്മ മരിക്കുന്നത്. ഉമ്മ നിറഞ്ഞു നിൽക്കുന്ന ആ യൗവന എനിക്ക് കാണണം. ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരി ഉടുത്തുകൊണ്ട് ഉമ്മ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത്, മൈസൂർ ദസറക്ക് പോകുന്നത്. ഇപ്പോൾ വെക്കേഷനിൽ നമ്മൾ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുമ്പോളെ അതുപോലെ ഉമ്മാനെ ഞാൻ കൂട്ടി ദസറക്ക് കൊണ്ടുപോകുന്ന അതെല്ലാം ഉമ്മാക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന എൻ്റെ കൈ കൊണ്ട് എൻ്റെ ഇങ്ങനെ ഒരു ഗ്ലാസ് ചായ ചൂടോടെ കുടിപ്പിക്കുന്നത്, എൻ്റെ പലഹാരങ്ങൾ ഉമ്മാനെ തീറ്റിക്കുന്നത് ഒക്കെ എൻ്റെ സ്വപ്നമായിരുന്നു. അപ്പം എൻ്റെ ഇളയ അനുജത്തിക്ക് 2 വയസ്സാണ്. അവള് നമ്മളൊക്കെ വിളിച്ച് വളർന്നത് ഉമ്മാണ്. പരസ്പരം നമ്മൾ സൗഹൃദം ഉണ്ടാക്കി, അവിടെ കൂട്ടായ്മ ഉണ്ടാക്കി സിസ്റ്റേഴ്സ്. എനിക്ക് ഇപ്പൊ ഇത്തരത്ത് പറയാനുള്ളത് ഇത്ത കരയരുത് ഉമ്മ അല്ലെ, അത് കാണുന്നുണ്ട് ഉമ്മയ്ക്ക്. ഇല്ല, എൻ്റെ ഉമ്മക്ക് ശരിക്കും എൻ്റെ ഉമ്മ ഭാഗ്യം ചെയ്തവരായിരിക്കും. ഇത്രമാത്രം ഓർത്ത് എന്നും കരയുന്ന മക്കളുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഭാഗ്യം ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുഡിന്റെ കാര്യം പറഞ്ഞു ഇത്ത, അതായത് പൊതിച്ചോറ് കൊടുക്കുന്ന കാര്യം തന്നെ പറഞ്ഞു. ഇത്തയായിട്ട് സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും എനിക്ക് ഫീൽ ചെയ്യും ഇത്ത വളരെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. വളരെയധികം അല്ലെങ്കിലും കണ്ണൂരുകാർ സൽക്കാരപ്രിയരാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ത അതിന് വളരെയധികം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് ഫ്രണ്ട്സിനെ എല്ലാവരും കുടുംബക്കാരെ എല്ലാവരും വിളിച്ചിട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് അതാണ് എൻ്റെ ഉത്സവം മോളെ. എൻ്റെ വീട്ടിലെ മെയിനായിട്ടുള്ള ഉത്സവം എൻ്റെ ഇഷ്ട ഭക്ഷണങ്ങൾ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ എൻ്റെ സഹായത്തിന് ആളുണ്ടെങ്കിലും പാകം ചെയ്യുന്നത് ഞാൻ മാത്രമായിരിക്കണം. അത് മണവാട്ടി പെണ്ണ് ചമഞ്ഞിരിക്കുന്ന പോലെ ടേബിളിൽ ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കണം. എല്ലാരും ഇങ്ങനെ മൊഞ്ചായിട്ടിരിക്കണം. അത് പുട്ടായാലും കറിയാലും. അപ്പൊ ഞാൻ പറയും പ്രൗഡ് ഓഫ് മീ. അതേപോലെ തന്നെ ആസിഫ് അലിക്ക് അല്ലെ ഇതിന്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ആസിഫിന് ഏറ്റവും ഇഷ്ടത് എൻ്റെ ഉന്നക്കായ. കണ്ണൂരിലെ ഫുഡായിട്ട് മെയിൻ. പക്ഷെ ഡയറ്റ് അവര് സംഗതി അറിയാലോ മോളെ, ഡയറ്റും കാര്യമില്ലാകുമ്പോ അത്യാവശ്യം. എന്നാലും ഇത്രയും നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ ഇപ്പൊ കൊച്ചിയിൽ പോയിട്ടാണ് പിന്നെ വായിലിട്ട് കൊടുക്കുവോ, എനിക്ക് സങ്കടം കൊണ്ട് വായിലിട്ട് കൊടുക്കും. അപ്പൊ ചെറുതായിട്ട് കഴിച്ചിട്ട് ഒരു ഉമ്മ എനിക്ക് വെയിറ്റ് പിന്നെ 2 ദിവസം വെറുതെ ഇരിക്കേണ്ടി വരും ഉമ്മ പറഞ്ഞു. തടിക്കേണ്ട സമയത്ത് ഉമ്മ എൻ്റെ പ്രോൺസ് ബിരിയാണി ഭയങ്കര ഇഷ്ടം. കൊച്ചിയിലുണ്ടാവുമ്പോ ഞാൻ അധികം സെറ്റിലെല്ലാം പ്രോൺസ് ബിരിയാണി കൊടുത്തേക്ക്. എൻ്റെ ബിരിയാണി ഹസ്ബൻഡ് ഫ്രണ്ട്സിനൊക്കെ എൻ്റെ മട്ടൺ സ്റ്റൂ ബിരിയാണി അതെല്ലാം വിളിച്ചു പറഞ്ഞേ വരും. നോമ്പിനെല്ലാം നോമ്പിന്റെ ഉമ്മാന്റെ നോമ്പ് കടികൾ തയ്ക്കണം എന്ന് പറഞ്ഞിട്ട് 5 കിലോമീറ്ററിലേ എനിക്കൊരു മോളേ ഉള്ളൂ. 5 കിലോമീറ്ററിൽ കെട്ടിക്കുന്ന ഞാനും പപ്പയും പറഞ്ഞതാണ്. ഇത് 350 കിലോമീറ്ററാണ് കെട്ടിച്ചത്. അപ്പൊ ഞാനാ വിചാരിക്കും ആ സ്ഥലം അല്ല, ഞാൻ വിചാരിക്കും ആ സ്ഥലം നമ്മള് കണ്ണൂരില് RSS ആണല്ലോ മോളെ. അപ്പൊ പണ്ട് സമന്റെ കുട്ടികളെ ആടിക്കോട്ടെ എന്ന് പറഞ്ഞ വീട്ടിലൊരു അടുക്കള തോട്ടത്തില് ഊഞ്ഞാലെല്ലാം ഉണ്ടാക്കി. അതിപ്പോ ഞാൻ വരുന്ന കുട്ടികളെ കൊണ്ട് അടിക്കല, നിങ്ങളെങ്കിലും ആടും മക്കളെ എന്ന് പറഞ്ഞിട്ട്. അല്ല അത് ഇത്തേക്ക് ഇപ്പൊ ഒരു വിഷമമൊന്നും തോന്നുന്നു. അയ്യോ ഒരു വിഷമമില്ല. ഞാൻ അന്ന് ആ തീരുമാനം മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് അത്രയും നല്ല മോനെ നഷ്ടപ്പെടുമായിരുന്നു ഇന്ന് വരെ. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സംഭവം എന്ന് വെച്ചാല് മോളെ, എനിക്ക് നിങ്ങളെല്ലാം ഒരു ആരാധനയിൽ കാണുന്നെങ്കിലും ഞാൻ സത്യത്തില് എനിക്ക് പറക്കാതെ പോയ മകന് എന്ന് പറയില്ലേ, അതുപോലെ എന്തെങ്കിലും നമ്മളെ മുഖത്ത് കാണുമ്പോൾ ഉമ്മാക്കെന്തോ ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോന്ന് ശരിക്കും നമുക്കൊരാളുണ്ട് എന്നുള്ളൊരു ഫീൽ, ആ ഒരു നമുക്ക് ആ വെൽത്ത് ഇല്ലേ, അത്
ഫീൽ ചെയ്യാൻ. അങ്ങനെ അത് പറയുമ്പോൾ നമുക്ക് ചെയ്യണ്ട, പക്ഷെ നമുക്ക് അത് ചെയ്ത് കിട്ടിയ പോലത്തെ ഒരു ഇതാണ്. അതേപോലെ ഇത്ത പറഞ്ഞ ഒരു കാര്യം, ആസിഫ് തൊടുപുഴക്കാരനാണ്, പക്ഷെ ഇപ്പൊ ഇത്തായിട്ട് സംസാരിക്കുമ്പോ ഒരു കണ്ണൂർ സ്ലാങ്ങിൽ കണ്ണൂർ സ്ലാങ്ങില് ഇപ്പൊ പണ്ട് അവളെ ഉമ്മ ഫോൺ കിട്ടിയില്ലെങ്കിൽ ഉമ്മ ഒന്ന് അവൾക്ക് ഫോൺ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. പെണ്ണിനെ അപ്പു എന്നാ വിളിക്കാം. അപ്പു എന്നോട് പറയല് ഉമ്മ ഒന്ന് ഓക്ക് ഫോൺ കൊടുക്കുന്നു. ഓൾക്ക് ഓക്ക് ഫോൺ കൊടുക്കും. നമ്മള് കണ്ണൂര് ഓള് ഇവള് എന്നല്ലേ പറയാൻ. ഓക്ക് ഫോൺ കൊടുക്കും. പിന്നെ നമ്മളെ ഭക്ഷണത്തിന് തന്നെ പറയുമ്പോ പിന്നെ കൊട്ട്, നമ്മളിവിടെ കൊട്ട് എന്ന് പറയുന്നല്ലേ, ആട്ടിൻ കൊട്ട് കിട്ടും, ബീഫ് കൊട്ട് കിട്ടും. അപ്പൊ എന്നോടേക്ക് ഉമ്മ കൊട്ട്, നമ്മളെ നാട്ടിലെ കൊട്ട് ഇതാണ്, നമ്മുടെ മോനെ അവരതിനെ എല്ല് എന്നാ പറയാ. അങ്ങനെ ആസിഫിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മള് ആദ്യകാലങ്ങളിൽ പറയുന്ന മലയാളം ഒന്നും മനസ്സിലാവൂല, അവര് ചോദിക്കല. സത്യത്തിൽ എനിക്ക് ആസിഫിന്റെ കല്യാണത്തിലൂടെ കിട്ടിയത് ആ ഫാമിലി ഒരു കൂട്ടുകാരിയായിട്ടാണ്, ഒരു അമ്മായിട്ടൊന്നുമല്ല. എന്ത് പറയാനും നമ്മളൊരു നല്ല ഡിയർ ഫ്രണ്ട്, നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഞാൻ മോളിന്നാ വിളിക്കാം, മോളി മുംത. ഒരു ദിവസം ശരിക്കും സമയം വിളിക്കുന്നതിനെക്കാട്ടി കൂടുതൽ മോളി എന്നെ ആയിരിക്കും വിളിക്കുക, ഞാൻ മോളിയായിട്ടായിരിക്കും വിളിക്കുക. കൊച്ചിയിൽ വന്നാലും നമ്മൾ ലൂലു പോവും, കുട്ടികൾ കളിക്കുന്ന റൈഡ്സ് കയറി കളിക്കും. അപ്പൊ ഞാൻ പറയും, കാലമേ നീ എനിക്ക് കരുതി വെച്ചതാണോ എൻ്റെ മനസ്സിൽ? ഞാൻ ഇങ്ങനെയൊക്കെയാണ് സ്വപ്നം കാണാറില്ല മോളെ. ഒരു സ്വപ്നം 13 വയസ്സിലെ ഒരു, പക്ഷെ എനിക്ക് കരുതി വെച്ച് ഇതൊക്കെയാണ്. പറഞ്ഞ പോലെ ഇപ്പൊ ഉമ്മ നേരത്തെ പോയി എന്ന് പറഞ്ഞു, പക്ഷെ ചെറുതിലെ ഇത്തേക്ക് നടക്കാതെ പോയ കുറെ കാര്യങ്ങളും, അതായത് മനസ്സിലാഗ്രഹിച്ച കുറെ കാര്യങ്ങളും ഇപ്പൊ ഇത്തേക്കെല്ലാം അല്ലെ. അത് എത്രയോ ഗോഡ് ബ്ലെസ് എന്ന് പറയുന്നത് മോളെ, നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോഴല്ല, ആ അനുഗ്രഹം നമുക്ക് നമ്മളേതായ സ്വപ്നങ്ങള് സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ് ആ അനുഗ്രഹം നമുക്ക് ഫീൽ ആവും. പക്ഷെ ഞാൻ ഇന്നും പറയുന്നത് എന്താ പറയാ മോളെ, ഏത് ഉലകത്തിൽ നമ്മൾ എത്തിയാലും നമ്മൾ ഈ ദേഹം ആർക്കുള്ളതാ? മണ്ണിനുള്ളതാ, ഭൂമിക്ക് ഭക്ഷിക്കാനുള്ളത്. അത് ഓർത്താല് നമുക്ക് എന്തിനാ അഹങ്കാരം? നമ്മൾ എന്തിനു ആർഗ്യൂ ചെയ്യുന്നു? നമ്മൾ എന്തിനു കലഹിക്കുന്നു? എന്തിനു വേണ്ടിയിട്ട്? ഓരോ വീട്ടിലും സ്നേഹത്തോടെ പരസ്പരം ചേർന്നാൽ അവിടെ ഒരു സ്വർഗ്ഗമാണ്. ആ സ്വർഗം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാലോ ഒരു ലോകം മുഴുവനും സ്വർഗ്ഗം. നമ്മൾ സ്വർഗത്തിന് വേണ്ടി അലയേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സമാധാനം നമ്മൾ ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കട്ടെ, പുറത്തുനിന്ന് നമുക്ക് ആ ഒരു സമാധാനം കിട്ടൂല. ശരിക്കും ഇതിപ്പോൾ നമ്മൾ കൂടുതലും സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യമാണ് റിലീജിയൻ, അതേപോലെ തന്നെ ജാതി, അതെല്ലാം പറഞ്ഞിട്ട് കൂടുതൽ മോളെ എൻ്റെ ഫ്രണ്ട്സ് കംപ്ലീറ്റ്, ഞാൻ പഠിച്ച ഫ്രണ്ട്സ് കംപ്ലീറ്റ്, നമ്മൾ എൻ്റെ ടിഫിൻ പാത്രത്തിൽ നിന്ന് അവരും കഴിക്കും. അവരെ സത്യത്തിൽ ഞാനും സമയം കൂടുതലും വെജിലേക്ക് ഒതുങ്ങിപ്പോയത് തന്നെ അവർ കൊണ്ടുവരുന്ന വെജ് കഴിച്ചിട്ടാവാം. കൂട്ടായ്മയിൽ ഞാൻ ഇന്നും പറയും, എല്ലാ മതവും വിശ്വാസമാണ്. സത്യത്തിൽ ഞാനും മോളും ഇപ്പൊ അടുത്തിരിക്കുന്നത് തന്നെ ഒരുതരം വിശ്വാസമാണ്, സ്നേഹമാണ്, കരുതലാണ്, കാരുണ്യാണ് അല്ലേ. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? നമ്മൾ ആഴത്തിൽ ഇറക്കേണ്ടത് എന്താണ്? നമ്മള് സ്നേഹം. പിന്നെ നമ്മൾ പറയുന്ന വാക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ, ഞാൻ വേദനിച്ചാലും തൊട്ടടുത്തിരിക്കുന്നവർ എൻ്റെ ഒരു വാക്കിലോ നോട്ടത്തിലോ സങ്കടപ്പെടരുത്. എനിക്ക് കരഞ്ഞു തീർന്നാൽ അങ്ങ് പോവും, ഒന്ന് കുളിച്ചാൽ പോവും. പക്ഷേ ആ കേട്ട് നിന്നവൻ്റെ ഇരയില്ലേ, ആ ഇരനോട് നമ്മൾ എത്ര മാപ്പ് പറഞ്ഞാലും അവൻ്റെ മനസ്സിലുണ്ടാവും അത്. ഓനെന്നും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും, ഓനെന്ന് തന്നെ പറയാം, അല്ലെ ഓളാ ഓർത്തുകൊണ്ടിരിക്കും. പക്ഷെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പോലെ. നമ്മൾ വിചാരിക്കുന്നതാ ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റാത്ത എന്തുണ്ട് നമുക്ക്? 24 മണിക്കൂർ എല്ലാവർക്കും ഇല്ലേ? ചിലർക്ക് അതെ, എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അത് നടക്കാറില്ല. നമ്മളത് പക്ഷെ എന്താണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ സ്ത്രീകളോട് പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് നമുക്ക്. സോഷ്യൽ മീഡിയ, നമ്മളൊന്നും കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല, ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് കൂട്ടായിട്ട് ആൾക്കാർ ചേരും, നിങ്ങളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരും കൂടും അല്ലേ. അങ്ങനെയാ പറയാനുള്ള. പക്ഷെ നമ്മൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും എന്നിടത്ത് നമ്മളെ സ്വപ്നങ്ങളാ ഈ പയ്യാമ്പലം കടപ്പുറത്ത് ഈ തിരമാലക്കൊഴുക്കാം. അത് നാളെ വേറെ ആരെങ്കിലും ചെയ്യുമ്പം പാലാഴികൾ തീർക്കുന്ന മുത്തുമാലയില്ലേ, അതുപോലെ ആരെങ്കിലും കോർത്തത് ആസ്വദിക്കാം. അതാണ്, കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവും, ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടാവും, ചെയ്യാണ്ടിരുന്ന ഒന്നുമില്ല, തിരമാലകൾ പോലെ ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അടിക്കും. പിന്നെ ആരെങ്കിലും ആ സ്വപ്നങ്ങൾ നമ്മളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മക്കളോ അവരോ ആ സ്വപ്നങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ നഷ്ടബോധം കൊണ്ട് നോക്കി നിൽക്കേണ്ടി വരും. പിന്നീട് അതൊരു റിഗ്രറ്റ് ആയിരിക്കും, നഷ്ടബോധം ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്ക് സമയമുണ്ട്, ഇനി
ഇനി നമുക്ക് സമയം നമ്മൾ ആ ഓരോ മിനിറ്റിനെയും വാല്യൂ കൊടുക്കണം. സമയത്തിന് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് നേടാൻ പറ്റും വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല മോളെ. എന്നെ കിച്ചണിൽ ഓരോ പുതിയ ഞാൻ 101 ഇന്നോവേറ്റീവ് ഞാൻ പറഞ്ഞില്ല ഫുഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും ISRO വരെ ഇത്ര പരീക്ഷണം നടത്തിയിട്ടുണ്ടാവില്ല. നീ നടത്തുന്ന ഭക്ഷണം ബാക്കി ഭക്ഷണങ്ങളിലെ കൊണ്ടും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കി കളയൂല, ആർക്കെങ്കിലും കൊടുത്തയക്കും. എനിക്ക് സത്യത്തിൽ എന്നോടുള്ള എല്ലാവർക്കും സ്നേഹം കൂടിയത് കാരണം ഞാൻ വിളമ്പിയ ഭക്ഷണത്തിലാവാം. ഞാൻ കൊടുക്കുന്ന അങ്ങനെ പറയുന്നതല്ല. പിന്നെ എൻ്റെ വീട്ടിൽ കൊച്ചുകുട്ടികൾ ഇന്നും വരാൻ താല്പര്യപ്പെടുന്നത് അവർക്ക് ഞാൻ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് ഒരു ബലൂണോ കാറോ എപ്പോൾ എനി ടൈം എനിക്കും തന്നു. നമ്മൾ വിചാരിക്കും പുടവ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടോ വലിയ വലിയ പ്രഷ്യസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് നമ്മൾ കൊടുക്കുന്ന സമ്മാനം. അതൊന്നുമല്ല. പക്ഷെ എൻ്റെ മൈൻഡ് ഇപ്പോൾ നിൽക്കുന്നത് ആത്മബലം എന്ന് പറയുന്ന 18ലാണ്. 18 എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല മോളെ. അതെന്ന് വെച്ചാൽ പപ്പൻ്റെ ഉമ്മ ഒരു പാരലൈസ്ഡ് ആയിട്ട് 10 years കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോംനെസ് ഉണ്ടാകുമ്പോൾ ആ സമയത്തും എല്ലാവരും എന്നോട് പറയും ചെറിയ പ്രായമല്ലേ ഇങ്ങനെ നോക്കി നിന്നാൽ മതി. അപ്പോൾ എൻ്റെ മനസ്സിൽ പോവും ഉമ്മ എന്നെ മോളേന്നേ വിളിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ എൻ്റെ പേരെടുത്ത് വിളിച്ചിട്ടില്ല ഉമ്മ. ആ ഉമ്മ അത്രയും എന്ന് വെച്ചാൽ നമുക്കൊരു മാതൃക ആക്കേണ്ട ഒരു സ്ത്രീ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ പറയും. ഞാൻ അങ്ങനെ പൊക്കി പറയുന്നതൊന്നുമല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാവരോടും ചോദിച്ചാൽ പറയുന്നത് ഒരിക്കലും ഒരു വീട്ടിൽ പോയി വന്നാൽ ആ വീട്ടിലെ ഒരു കാര്യങ്ങളോ അങ്ങനെയില്ല. ചില സ്ത്രീകൾ ആ വീട്ടിൽ പോയി വന്നാൽ അങ്ങനെ അവിടെ അതൊന്നും നോക്കി പറയും. സ്വന്തം അന്യരുടെ സ്വകാര്യതയിൽ കൈകടത്താത്ത ആ പ്രായത്തിലുള്ളൊരു ലേഡിനെ കണ്ടത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ. ആരെ കൊണ്ട് കുറ്റം പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആ ഉമ്മ എന്നോട് വന്നിട്ട് ഇന്നാളിങ്ങനെയാണ് മോളേന്ന് വിളിച്ച് ആ ഒരു സ്നേഹമാണ് എന്നെ ഉമ്മാനെ പരിചരിക്കാൻ പ്രേരിപ്പിച്ച വികാരം. 10-11 വർഷം ഇന്നും എനിക്ക് സന്തോഷവും എന്താണെന്നറിയോ, ഒരു പശ്ചാത്താപവും ഇല്ല. എന്നെ കൊണ്ട് പറ്റും മോളെ. എൻ്റെ ചെറിയ പ്രായം ആ സമയത്ത് ഹോംനെസിന് എടുക്കണമെങ്കിൽ എല്ലാം രാത്രി 12 മണിക്കെല്ലാം പോകണം. അവരെത്തുന്ന ഇരുട്ടീന്നെല്ലാം ആയിരിക്കും. ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഞാൻ പഠിച്ചോൻ എൻ്റെ കാവലാന്ന് പറഞ്ഞിട്ട് കൊണ്ടാന്ന് നോക്കിയിട്ടുണ്ടും. ആ സമയത്ത് എല്ലാവരും പറയും ഇവളെ എവിടെയാ 12. ഒന്നാമത് നമ്മൾ ഖത്തറിലായിരുന്നു ആ സമയത്ത്. അന്നേരം പലതും പറയൂലേ, ഒരു എംഗ്ലേഡി കാർ എടുത്തിട്ട് ഈ 12 മണിക്ക് എന്തിനാ പോകുന്നതെന്ന് സത്യം ഇതായിരുന്നു. ചിലപ്പോ കാര്യം അറിയില്ല എന്താണ് ഇവിടെ നടക്കുന്ന കാര്യം എന്നറിയില്ല. ഉമ്മാക്ക് പെട്ടെന്ന് പാതിരാക്ക് ടാബ്ലറ്റ്സിൻ്റെ എല്ലാം ആവശ്യം വരുമ്പോൾ ഡോക്ടറുണ്ട്, ഫാമിലി ഡോക്ടർ വിളിക്കുമ്പം പറയുമ്പം വീട്ടിൽ മരുന്നുണ്ടാവില്ല. മാധവി മെഡിക്കൽസ് 1 മണി 2 മണി വരെ ഉണ്ട്. അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് ചോദിച്ചിന് നിങ്ങൾ ഈ ഒറ്റക്ക് എങ്ങനെ വരുന്നത്, ആരെങ്കിലും കൂട്ടണ്ടേ? അപ്പൊ ഞാൻ വിചാരിക്കും കൂട്ടാൻ പോകുന്ന സമയം ഉണ്ടെങ്കിൽ ഉമ്മാനെ രക്ഷപ്പെടുത്താൻ നോക്കാം. ചിലപ്പോ ഈ കൂട്ടാൻ പോയിട്ടെല്ലാം വരുമ്പോ എമർജൻസി കാര്യം വരുമ്പോ സത്യത്തില് ബ്ലഡിന്റെ കാര്യം രക്തദാനം കൊടുക്കുന്നതിലും ഞാൻ പണ്ട് മുൻപന്തിയിലായിരുന്നു. രക്തദാനം എന്ന് വെച്ചാൽ മാതാദാനാണ് സത്യത്തില്. പണ്ട് കുറെ രക്തത്തിനെല്ലാം ആവശ്യം വന്നേരം പല ആൾക്കാരുടെ രക്തവും സിരകളിലൂടെ എൻ്റെ സിസ്റ്റേഴ്സിന്റെ എല്ലാം ഓടുന്നുണ്ട്. അപ്പോൾ എൻ്റെ രക്തം പകരമായിട്ട് കൊടുക്കണമല്ലോ, പകരത്തിന് പകരം. അപ്പൊ എനിക്ക് അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചത് വെറുതെ അല്ല പണ്ട് പറഞ്ഞത്. ഗാന്ധിജിയെല്ലാം പണ്ട് പറഞ്ഞില്ലേ, എല്ലാ ഇന്ത്യക്കാരും എല്ലാ ലോകത്തിലും സഹോദരന്മാരാണ്. സത്യമാണ്. ഈ രക്തദാനത്തിലൂടെ നമ്മളെല്ലാം സഹോദരന്മാർ തന്നെയല്ലേ. ആ ചിന്ത വരുമ്പോൾ നമുക്ക് ബ്ലഡ് കൊടുത്തതിനെ കൊണ്ട് എന്താ വരാൻ പോകാം? ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒന്നിങ്ങോട്ട് പ്രതിഫലം മറക്കണം. അപ്പോൾ ഞാൻ എന്താ ഇപ്പൊ മോക്കി ബുക്ക് തന്ന് വായിക്കണം, പക്ഷെ ആ ബുക്ക് ഞാൻ മറക്കും. ഞാൻ എടുത്തു. പക്ഷെ അതുപോലെ എന്ത് തന്നാലും ഞാനൊരു ഗിഫ്റ്റായി തന്നത് സ്പോട്ടിൽ മറക്കണം. കടായി കൊടുത്തത് ഓർക്കണം, അത് തിരിച്ചു തരൂന്ന് പറഞ്ഞ വസ്തുവാണ്. ആ മറക്കാത്തടത്തോളം കാലം ഇപ്പൊ മോളെ എന്നോട് എന്തെങ്കിലും പെരുമാറി ഞാൻ അന്ന് അത് കൊടുത്തില്ലേ, ഞാൻ ഇത് കൊടുത്തില്ലേ, പിന്നെന്തിനു കൊടുക്കുന്നത്? നിങ്ങൾ മനസ്സോട് കൂടി കൊടുത്ത സ്നേഹം ഒരിക്കലും പ്രതിഫലം മോഹിച്ചാവരുത്. അതും എനിക്ക് ഇന്നത്തെ ആൾക്കാരോട് പറയാനുണ്ട്. കൊടുക്കണ്ട, നിങ്ങളൊരു നാരങ്ങ മുട്ടായി കൊടുത്താൽ മതി. പിന്നെ കുറെ ഞാൻ ഒറ്റയ്ക്ക് ചാരിറ്റി ചെയ്യുന്നവളാ മോളെ. എൻ്റെ സ്പോൺസറിൽ 2-3 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികളെ പേരോ കാര്യങ്ങളോ ഒന്നും പറയില്ല. ഒരു കുട്ടി ഇന്ന് നന്നായിട്ട് ജോലി എടുക്കുന്നുണ്ട്.
ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് ശരിക്കും ഇത്ത. ഞാൻ കുറച്ച് വീട്ടുകാരാ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ചാരിറ്റി ചെയ്യാറില്ല. അതെന്റെ ഹസ്ബൻഡിനും ഇഷ്ടമല്ല. ഇവരോട് നീ 1000 ആളെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ചാരിറ്റി ചെയ്യുന്നല്ലേ 3 or 2 ആൾക്ക് ചെയ്തോ, അത്ര മതി. അല്ലാണ്ട് ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആളെ കാണിക്കണം, ഇത് എന്നാ എന്താന്ന് വിവരണ പട്ടികാട നിരത്തി കൊടുക്കണം അല്ലേ. അതെന്ത് ചെയ്ത് ഇതൊന്നും നമുക്ക് ചോദ്യം ഉത്തരയില്ല. ഇപ്പൊ ഞാനിപ്പോ കുറെ പേർക്ക് ഉമ്മ അസുഖം കിടന്നപാടെ ഒരു ഇതെടുത്തതാ. ഇത് ഉമ്മാക്ക് ഇത്രയും അതുപോലെ പാവപ്പെട്ട ആളെല്ലാം ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടാവൂലേ. അപ്പോ ഈ കിടന്ന രോഗികൾക്ക് പാമ്പേഴ്സ് എത്തിക്കാം. അപ്പൊ അവർ നോക്കി അവർക്ക് ഈ ഹോംലെസിനൊന്നും വെക്കാൻ പറ്റൂല. പാമ്പേഴ്സ് കൊടുത്താൽ എന്തായി, അവര് ദൈനംദിന കാര്യത്തിന് കുറച്ച് എളുപ്പ വഴിയായി. ആവശ്യമുള്ള സാധനങ്ങൾ ഓരോ അനുഭവങ്ങളാണ് എന്നെ ഓരോ വഴി ചെയ്യാൻ വേണ്ടിട്ട് ജീവിച്ചു വന്ന ഒരു വഴിയിൽ ഓരോ എക്സ്പീരിയൻസ് ആണ് സത്യം ഞാൻ പറയുമല്ലോ. പണ്ട് സീത ജീവിച്ച പോലത്തെ ജീവിതം ഞാൻ പറയും. എന്റെ കൗമാരം, ഉമ്മയില്ലാത്ത ബാല്യം, യൗവനം, പരിചരണ കാലം, മധ്യവയസ്സെത്തുമ്പോ മകളെ കല്യാണം കഴിച്ച് ഉമ്മുമായിട്ടുള്ള ആയതും ഇപ്പൊ റിട്ടയർഡ് ലൈഫിൽ ഞാൻ 18 വയസ്സിൽ 18 വയസ്സെന്റെ മൈൻഡ് മാത്രം, പ്രായം അറിയാലോ. ഞാൻ പറയാം, മുംതാസ് ആസാദ് എന്ന് പറയുന്നത് വെറും ഒരു 0 ആണ്. എനിക്കറിയാം നാളെ മരിച്ചാൽ പോയിട്ട് മണ്ണിക്കിടക്കട്ടെ ആളെന്ന് ഓർക്കുമ്പോ എനിക്ക് പക്ഷെ സന്തോഷമുണ്ട്. ഇതിലെല്ലാം ആനന്ദമുണ്ട്. ഇതിലിപ്പോ അക്ഷരം മുത്തുകൾ തന്നെ കൊടുത്തത് ഇവരെല്ലാരെയും ചേർത്തുകൊണ്ടാണ്. എന്റെ മുത്തുകൾ കോർത്തത് എന്റെ ലൈഫിൽ ഇപ്പോഴത്തെ മുത്തുകൾ ഇവരാണ്. ഹസ്ബൻഡും മകളും ആസിഫ് അലിയും പേരക്കുട്ടികളും. ഇപ്പോ കൊച്ചിയിൽ പോയിട്ട് വന്നു. അവിടെ പോയിട്ട് വന്നതിന്റെ ഒരു വിശേഷം ഒന്ന് പറയുമോ? പേരക്കുട്ടികളുടെയും ജമയും എല്ലാവരുടെയും കൂടെയുള്ള ഒരു ജമ ഇപ്പോ എനിക്ക് തോന്നുന്നു അവളിപ്പോ 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സുള്ള കുട്ടി തന്നെയാണ്. കണ്ടതിന് ആ ഒരു കണ്ടാലേ അങ്ങനെ കുറച്ചെല്ലാം വിട്ട് എന്നാലും മിസ് യു ഇതന്നെയായിരിക്കും മൊബൈലിൽ തുറന്നാൽ കാണാൻ. കണ്ണൂരില് ഉമ്മ എന്നെ ഒന്ന് വിളിക്കും, ഞാൻ ഉമ്മാനെ വിളിക്കാൻ ഞാൻ ചിലപ്പോ ഈ തിരക്കിൽ വിളിക്കാൻ മറന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്റെ കൂടെ തന്നെ വളർന്നുകൊണ്ടേയിരിക്കാം. ഓള് എന്താണ് 4 വയസ്സുള്ളവരും ഖത്തറിൽ പോകും. പപ്പാന്റെ അടുത്ത് ഉമ്മ സുഖമില്ലാണ്ട് കിടക്കുന്നില്ല. അപ്പം ഞാൻ ചിലപ്പം പോകാണ്ടാവുമ്പോഴെല്ലാം ഇവിടെ ചിലപ്പോ പപ്പാന്റെ അടുത്തെല്ലാം പോകും. പക്ഷെ എന്നോട് പറയും ഉമ്മ മിസ് ചെയ്യല്ലേ. അപ്പൊ ഇതിപ്പോ പറയാൻ തുടങ്ങുന്ന ആര് ആദ്യമായ ഞാൻ കുറച്ച് ദിവസം കൂടി വീട്ടിലേക്ക് പോകുമ്പം സത്യത്തില് ഹഗ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് നിൽക്കും. അപ്പൊ എനിക്ക് അതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ട മോളൊന്ന് പറ. വേറെ എനിക്കൊന്നും വേണ്ടാലോ. ഇനി നാളത്തത് എനിക്ക് പറയാൻ പറ്റൂല മോളെ. എനിക്ക് ഈ 2 day ഇതുവരെയല്ല എനിക്ക് പറയാൻ പറ്റും. ഇതുവരെ ഉള്ള എന്റെ കൊച്ചിയിലെ കാര്യം നമ്മളെ കൊച്ചി സത്യത്തിൽ ഞാൻ വിരുന്നിടമാണെങ്കിലും കൊച്ചിക്കാർ എല്ലാരും എന്നോട് സ്നേഹിക്കുന്നവരാണ്. അവിടെ പോയിട്ട് യൂണിക്കറ്റ് 40 അവിടുത്തെ ലേഡീസും അവരും എന്നോട് എന്താ പറഞ്ഞ കണ്ണൂക്കാരി ആയാലും ആ തീരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. പേരെടുത്ത് പറയാൻ പറ്റാത്ത യൂണിക് ലേഡീസിലെ അവര് ഓരോ പ്രോഗ്രാം പിന്നെ ചെയ്യുന്നത് കാണണം. സെറ്റ് ചെയ്യുന്ന കണ്ടാൽ ശരിക്കും നമ്മള് കോളേജിലാണോ സ്കൂളിലാണോ അങ്ങനത്തെ വൈബ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അവരവിടെ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ. ശരിക്കും തിരിച്ചു വരണമെന്നില്ല. അപ്പൊ കണ്ണൂര് ഞാൻ കണ്ണാടി നോക്കി ഇപ്പോൾ ഡാൻസ് അല്ല ആ പരിപാടിന്റെ ടീം വീട്ടിലേക്ക് ആ ടീം അല്ലാണ്ട് കണ്ണൂരിലേക്കല്ല. അയ്യോ കണ്ണൂരെന്ന് കേൾക്കുമ്പോ ഇപ്പൊ മോദിജിനോട് ഞാൻ ഇപ്പം താങ്ക്ഫുൾ എന്താ പറയുന്നത് ആ വന്ദേ ഭാരത് വേഗം എത്തുന്നത് 3 മണിക്കൂർ കൊണ്ട് എത്തുന്ന ആ വന്ദേ ഭാരത്. ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് ഞാനൊരു കാര്യം കണ്ട എനിക്കത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അതായത് ഒരു ഉമ്മയാണ്, ഭർത്താവ് നേരത്തെ മരിച്ചു. അപ്പൊ അവരുടെ മോളോടും പേരമക്കളോടും കൂടി എവിടെയോ ഉല്ലാസയാത്ര പോയിട്ട് ഒരു വെക്കേഷൻ പോയിട്ട് അവർ എൻജോയ് ചെയ്യുന്നതിന്റെ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഈ ഒരു പ്രായത്തിൽ അവർ എൻജോയ് ചെയ്യുക, അങ്ങനെ വേണം സ്ത്രീകൾ. പക്ഷെ അതിന്റെ താഴെ കുറെ പേര് അവരെ വിമർശിക്കുന്നത് കണ്ടു. അതെല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ ഇത്തേക്ക് വിമർശിക്കാനും പാടില്ല മോളെ. നമ്മൾ ഒരു ഇതിലും ഇസ്ലാമിക്കിലോ മതത്തിലോ വിധവകളെ ആഘോഷിച്ചുവിടാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവരെ ആഘോഷിക്കണ്ടേ, അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. അതിന്റെ പേര് സ്വാർത്ഥതാന്നല്ലേ മോളെ. അങ്ങനെയെങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പണ്ട് കുതിരവണ്ടിയിലെ ട്രാവൽ ചെയ്ത് ഇന്നെല്ലാരും കുതിരവണ്ടിയിലെ ട്രാവൽ ചെയ്യുന്നത് ചോദിക്കും മോളെ. പണ്ട് കുടില്ല താമസിച്ച എല്ലാരും
കല്ല് വെച്ച ചെറിയ കുടില്. ഇന്ന് ആ കുടില്ല നമ്മൾ താമസിക്കുന്നത്. സൗകര്യങ്ങൾ കൂടുന്നവർ അതിലും വലിയ സൗകര്യം. എല്ലാം വിശ്വാസമാണ് മോളെ. എനിക്ക് പഠിച്ചവനോട് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ ഹൃദയം, നിന്റെ ഹൃദയത്തെ മാത്രം നോക്കുന്നേ പഠിച്ചവൻ പറഞ്ഞുള്ളൂ. നിന്റെ പ്രവൃത്തി, നീ എന്താണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയെ മാത്രം. നിന്റെ പ്രസന്നം ഞാൻ കാണൂല, നിന്റെ അഭിനയം ഞാൻ നോക്കന്നെ ചെയ്യൂല. നിന്റെ ഹൃദയത്തിൽ എന്താണോ നീ ചിന്തിക്കുന്നതും പറയുന്നതും, നീ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അതിനുള്ള ശിക്ഷയും വിധിയെ ഞാൻ എനിക്ക് തരും. അല്ലാണ്ട് ഞാനിപ്പം മോളെ പറഞ്ഞ് വെറുതെ മോളോട് അഭിനയിച്ച് കെട്ടിപ്പിടിച്ച് ഇത് വെച്ച് എൻ്റെ മനസ്സിൽ സത്യത്തില് ഞാൻ ആ പിൻവാതിൽ സംഭാഷണങ്ങൾ എനിക്ക് അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല. ആ പിൻവാതിൽ സംഭാഷണങ്ങളില്ലേ, അതെന്താ അറിയോ, സത്യത്തില് നമ്മളെ എനർജി തന്നെ കുറക്കും. നമ്മള് കണ്ണാടി നോക്കുമ്പോ നമ്മളെല്ലാണ്ട് പോകും. നമ്മളെന്തിനാ കണ്ണെഴുതിയില്ലേ, അല്ലെങ്കിൽ നമ്മളെന്തിനാ ഇത്ര ഭംഗിയിൽ നടക്കുന്നതെല്ലാം നമുക്ക് തോന്നിപ്പോവും. നമ്മളെ ഉള്ളിൽ ഒരു ക്ലിയർ ഇല്ലാത്ത മനുഷ്യന്മാര് എന്ത് ഭംഗിയിൽ നടന്നിട്ട് എന്താ കാര്യം? കുറെ ഫോട്ടോസ് കിട്ടുമായിരിക്കും, കുറച്ച് വീഡിയോസ് കിട്ടുമായിരിക്കും. എനിക്ക് നല്ലത് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എവിടത്തും വേണ്ട മോനെ. ഇതാണ് മുംതാസ് ആസാദ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്ര മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, ഇത് അനങ്ങാണ്ടൊരു സ്ഥലത്തിരിക്കുക, ഉപദ്രവിക്കാനും പോണ്ട. ഇത്തന്റെ സംസാരത്തിൽ കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്ത സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടമാണ്. എന്തായാലും കേൾക്കുന്ന ആൾക്കാർക്കും അതേപോലെ എൻജോയ് ചെയ്യുന്നുണ്ടാവും. കുറേയധികം കാര്യങ്ങൾ ഇത്ത പറഞ്ഞു. ഞാൻ ലാസ്റ്റ് ഒരു കാര്യത്തിലേക്ക് കിടക്കാണ്. ലാസ്റ്റത്തെ, അതായത് ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലിന്റെ ഇപ്പോ ഇറങ്ങിയ മൂവിയാണ്. ഇത്ത അത് കണ്ടിരുന്നോ? എങ്ങനെയുണ്ട്? നല്ല, ഞാൻ കണ്ടതില് ഇപ്പോ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആണുങ്ങൾ ഇറങ്ങിയല്ലോ. ഇത്ര നാളും കരയുന്ന പെണ്ണുങ്ങൾക്ക് മാത്രം ഉണ്ടാവാം. എല്ലാത്തിലും എല്ലാം ഉണ്ടല്ലോ, നല്ലതിന് ചീത്തയും നല്ലതും എല്ലാം. സ്ത്രീകൾക്ക് ഇച്ചിരി ഫ്രീഡം കൂടി പോയി. മറ്റേ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഇല്ല. ഒരു കാര്യം ഞാൻ ഇന്നും പറയാം, ഇത് ഈ ചാനൽ കേട്ടിട്ട് എല്ലാരും ഫെമിനിസ്റ്റുകൾ വന്നിട്ട് തന്നെ തല്ലോന്നറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നും എനിക്കൊരു ആണിന്റെ ഒരു പടി താഴേക്കാൻ ഇഷ്ടം. സംഭവം എന്താണെന്നറിയോ, ഇത്രത്തോളം സോഷ്യൽ ലെവൽ വളർന്നിട്ടും പോലീസ് കൺട്രോൾ ഉണ്ടായിട്ടും 2 മണിക്ക് ഒറ്റ കണക്കൊരു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നിൽക്കാൻ പറ്റൂല. അതെ, പറ്റൂല. അതേസമയത്ത് ഒരു ആണുണ്ടെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ നിൽക്കാം. അതിപ്പോ സുരക്ഷിതമല്ല ആണുണ്ടെങ്കിൽ നിൽക്കാനും. പക്ഷെ ആണിന് ഏത് ടൈമും ഏത് സമയത്തും സഞ്ചരിക്കാം. അപ്പോൾ എന്ത് നമ്മള് സ്ത്രീകള് നേടിയെന്ന് പറഞ്ഞാലും ബഹിരാകാശത്ത് പോയെന്ന് പറഞ്ഞാലും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം. എന്ന് വെച്ചാൽ ഇന്നത്തെ പുരുഷന്മാർ ആയിരിക്കാം ചോദിക്കട്ടെ, ഏത് പുരുഷന്മാരാ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്? സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. സ്വാതന്ത്ര്യം ഇല്ലാന്നല്ല വെറുതെ പറയുന്നതെന്ന്. ഇന്ന് എല്ലാവർക്കും ഫ്രീഡം കൂടുതലാണ്. ഇല്ല ഉണ്ടോന്ന് എനിക്കറിയില്ല മോളെ, എനിക്ക് എൻ്റെ അനുഭവം പറയാൻ പറ്റും. പക്ഷെ ഇന്ന് ഞാൻ പണ്ട് ഈ പയ്യാമ്പലൊന്നും, ഞാനൊന്നും പിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു സ്ത്രീകൾ പുറത്തിറങ്ങിയ ചരിത്രമേ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ 5-6 വർഷമായിട്ട് ഈ പയ്യാമ്പലം കടലിൽ വരെ കാണാൻ പറ്റുന്നില്ല. അത്രക്ക് ജനസാഗരമാണ്. അതില് പറയുന്നുണ്ട് പിന്നെ പുരുഷന്മാര് ഈ നീതി കിട്ടാണ്ട് ആത്മഹത്യ ചെയ്യേ വേണ്ടത്. അവർക്കൊരു നീതി വേണ്ടേ? എല്ലാ സെക്ഷനും പറയുമ്പോൾ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ മാത്രം പറയുമ്പോൾ പുരുഷനും അവര് ചെയ്ത സ്ട്രഗിൾ ചെയ്ത ആ ടൈമിനും അവർക്കും വാല്യൂ ഇല്ലേ? അവരെ സമയങ്ങളും അല്ലേ കടന്നുപോയത്. തുല്യ നീതി കിട്ടണം. തുല്യനീതിയാണ്. അതിന് കറക്റ്റായിട്ടുള്ള തെറ്റുകൾ എന്താണോ അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ ഒരു നിയമ ഭേദഗതി ഈ ഫിലിം കണ്ടയിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ആണിന്റെ ഭാഗത്താണോ തെറ്റ്, പെണ്ണിന്റെ ഭാഗത്താണോ തെറ്റ് എന്നുള്ള ആ ഭേദഗതി ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാന്, ഇപ്പോ ഇടി വെക്കുന്ന മാതിരി അങ്ങനെ ഒരു ആൾക്കാരെ വെക്കണം. ഈ കുടുംബ കോടതിയിൽ തന്നെ ഇവര് കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല മോളെ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ TV കാണുന്ന ഫീലിംഗ് മാത്രമേ കിട്ടൂ. നല്ലതാണ് കൗൺസിലിംഗ്, പക്ഷെ അബ്സോർബ് ചെയ്യുന്നവർക്ക് മാത്രം. നമ്മളിപ്പോ ഒരാൾ ഉപദേശിക്കാന്ന് പറയുന്നില്ലേ, ഉപദേശിച്ച് കഴിഞ്ഞിട്ട് ഒരിക്കൽ പറഞ്ഞ് രണ്ടാമത് നമ്മൾ പറയാൻ പോവില്ല. കാരണം എന്താ, അവർക്കത് ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മൾ അവരെ സ്വകാര്യതയിൽ കൈയെടുക്കുന്ന പോലെ ആയിപ്പോ. നമ്മുടെ ഒരാൾ പറയും ഒന്ന് പറഞ്ഞു കൊടുക്ക്. പിന്നെ സമ, എൻ്റെ മോള് പഠിക്കുന്ന സമയത്ത് മോക്ക് വെറും 10% 10th മാർക്ക്. ആവറേജ് സ്റ്റുഡൻ്റ് സമ. അവളെ സ്കൂള് +1 +2 ടീച്ചറും ഫ്രണ്ട്സും എല്ലാം അവളുമായിട്ട് ഭയങ്കര മിങ്കിളിങ്ങും ഫ്രണ്ടുമായിട്ട്. ഇവള് റിസൾട്ട് +2 റിസൾട്ട് വരുന്നെന്ന്, മോളെ നീ പാസ്സായെങ്കിലും ചെയ്യൂലേ, ഞാൻ ഈ ദോശ ഇങ്ങനെ ചുട്ടോണ്ടാ ചോദിക്കുന്നത്, മോളെ നീ പാസ്സായെങ്കിലും ചെയ്യില്ലേ. ഇവള് ഇത് നോക്കിയിട്ട് പറയും, ഉമ്മ
എന്റെ മാർക്ക് അവിടെ ആരതോ നമ്പർ ആയിരിക്കും, ഒന്നുകൂടി ചെക്ക് ചെയ്യുമ്പോളെ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നു. പക്ഷേ അവളായിരുന്നു അവിടുത്തെ റണ്ണർ. ഇന്നും ആ തുഞ്ചത്താചാര്യ സ്കൂളിന്റെ മാർബിളില് സമാ മസറീന എനിക്ക് തോന്നി കുട്ടിക്ക് കിട്ടേണ്ടത് എന്താണ്? പഠിപ്പല്ല, കുട്ടിക്ക് പഠിക്കാനുള്ള ആ കൂട്ടായ്മ, ആ ഒരു വലിപ്പ ചെറുപ്പമില്ലാതെ പഠിക്കുന്ന ആളെ ഫസ്റ്റ് ബെഞ്ചിലിരുത്തു, ഒരു കുറച്ച് പഠിക്കുന്ന ആളാ സൊറ പറയുന്ന ആളാ നടുക്കിരുത്തു. ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അപ്പൊ എന്താവുന്നു, ഈ പഠിക്കുന്നവര് പഠിച്ചുകൊണ്ടേയിരുന്ന് കാണാപ്പാടം പഠിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. ബാക്ക് ബെഞ്ചേഴ്സ് ചിന്തിക്കുന്നതോ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ജീവിതത്തിൽ നിന്ന്. അങ്ങനെ ഉയർന്നവർ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഞാൻ പഠിപ്പിച്ച സ്കൂളിലെ തങ്കമണി ടീച്ചറുണ്ട്, മലയാളം എടുക്കുന്നത്. മലയാളം പണ്ട് 2 സബ്ജക്റ്റാണ് ആ ഒരു സെക്കൻഡ് പാർട്ടില്. അപ്പൊ ഇന്ദുലേഖ ഞാൻ വായിച്ചു തരും, അതിനെ കുറിച്ചിട്ട് തങ്കമണി ടീച്ചർ എഴുതാൻ പറഞ്ഞു. ഫുള്ള് ഞാൻ എഴുതിയ 50 മാർക്ക്. സംഭവം എന്ന് വെച്ചാല് ചിലപ്പോ എൻ്റെ കഥ ഉള്ളതുകൊണ്ടായിട്ടായിരിക്കും മനസ്സിൽ ആ കഥ വായിച്ചു. അപ്പൊ ആ തങ്കമണി ടീച്ചർ, പിന്നെ ഹിന്ദിന്റെ സീത ടീച്ചറുണ്ട്, സെന്റ് ഓഫിന് എന്നെ കെട്ടിപ്പിടിച്ച് കയറുന്ന സീത ടീച്ചർ. പിന്നെ ഇതിന് ഡ്രില്ലിന്റെ ഒരു ടീച്ചറുണ്ട്. പത്മനാഭ മാഷ കാണുമ്പോൾ എനിക്ക് ഇന്നും ടെൻഷനാ. കണക്കിന് ഞാൻ പൊട്ടത്തിയാ മോളെ. പൊട്ടത്തിന്നല്ല, മാർക്കിൽ അത്രേ കിട്ടൂ. അതിന് നല്ലോണം ചൂഴലോണ്ട് തല്ലി കിട്ടിയിട്ടുണ്ട് പത്മനാഭൻ മാഷ് എന്ന് പറയുമ്പോ. ഇന്ന് ഞാൻ വിചാരിക്കും ഇന്നത്തെ കുട്ടികളെല്ലാം എന്ത് ഈസിയിലാ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ പഠന രീതികളും മാറിയില്ലേ? ടീച്ചറും കുട്ടികളെല്ലാം ഒരുപോലെ ആയില്ലേ? ഇപ്പൊ ഫ്രണ്ട്സ് മാതിരി ആയില്ലേ? പണ്ടും ഉണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ്. സിത ടീച്ചറും ഞാൻ പറഞ്ഞില്ലേ, തങ്കമണി ടീച്ചറെല്ലാം സെന്റ് ഓഫ് വഴിയിൽ പോകുമ്പോ കരഞ്ഞിരുന്ന് ചായ കുടിക്കുന്നിടത്തുനിന്ന് കണ്ണുനീര് വരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്നു. ചില ടീച്ചേഴ്സിനോട് നമുക്ക് ഇപ്പോഴും ഒരു പ്രത്യേകത, ചിലര് കാരണം നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ. ചിലപ്പോ ആ തങ്കമണി ടീച്ചർ കാരണമായിരിക്കാം, 50 മാർക്കായിരിക്കാം ചിലപ്പോ കുറച്ച് എഴുതാനുള്ള പ്രചോദനം എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതെ, ഇത്തേന്റെ ആ ഒരു ലേഡീസിനോടുള്ള ഇത്തേന്റെ ഒരു ഉപദേശങ്ങളും കാര്യങ്ങളും, ഇത്തേന്റെ ഒരു സ്വതസിദ്ധമായ ഭാഷയിൽ കണ്ണൂർ സ്ലാങ്ങിലുള്ള ഒരു സംസാരവും ഇതെല്ലാം കേൾക്കാൻ വേണ്ടി തന്നെ ഇത്തേന്റെ ഒരു പാചകം, അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, അതാണ് ഇത്ത ആദ്യം പറഞ്ഞ ഒരു സ്റ്റോറി. അത് ഞാൻ പറയാം. ഞാൻ ഈ പാചകം തുടങ്ങാൻ കാരണം 13 വയസ്സിൽ നമ്മളൊരു അങ്കിള് വീട്ടിൽ വന്നിരുന്നു. ഗൾഫിൽ നിന്ന് വരും. പിന്നെ ശരിക്കും പൊന്നാറ്റെന്നാ വിളിക്കുക. അതിനെ വെറുതെ എല്ലാവരും കളിയാക്കിയിട്ട് ഗോൾഡ് അങ്കിൾ എന്ന് പറയും. അപ്പോ ആ ആറ്റാക്ക് ഫുഡൊന്നും വേണ്ട, ചായ വേണം. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാം നിൽക്കുമ്പോ ഫോട്ടോഗ്രാഫറാണ്, ഗൾഫിലെ അടിപൊളി ഏതോ പത്രത്തിൻ്റെതോ എന്തിൻ്റെയോ ഫോട്ടോഗ്രാഫറാണോ. അപ്പൊ ആ വന്നതിന് വെറും അവർക്ക് ക്ലിക്ക് ഇത് ചെയ്യല പണി. നമ്മൾ ആ വേഷം കണ്ടാൽ ആ സ്പോട്ടിൽ എടുക്കും ഫോട്ടോ. എന്നിട്ട് മുൻപ് പോയി ചായ എടുക്ക്. അപ്പോ ചായ ഞാനിങ്ങനെ സൈന്യത്തോടെ ഉണ്ടാക്കി കണ്ടതല്ലാണ്ട്, പക്ഷെ എൻ്റെ ആ ഫസ്റ്റ് അന്നേരം തന്നെ എനിക്കിതാണ് ഇപ്പൊ പറഞ്ഞതിന് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല. പക്ഷെ ആ ചായ കുടിക്കൽ എൻ്റെ പുറത്ത് വന്ന് തട്ടില് അച്ചാ ടീ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം അതായിരുന്നു. എന്റെ കുക്കിങ്ങിലെ ഫസ്റ്റിലെ ആദ്യത്തെ ഗോൾഡ് അങ്കിൾ വന്നായിരുന്നു ചെഫ്. ഞാൻ പൊന്നാറ്റാന്ന് വിളിക്കുന്ന ചെഫ്. അച്ചാട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ചാട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടിപൊളി ചായ എന്നാ പറഞ്ഞത് ഇന്നത്തെ കാലത്തില്. അപ്പൊ അതാണ് ഇതെന്റെ ഫസ്റ്റ്. പിന്നെ മോളെ ഞാൻ ഓരോ അവില് കിട്ടിയാൽ അവിലിനെ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കും. പിന്നെ പാചകം 1997 ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ എക്സിബിഷൻ വെച്ചത്. 37 പുഡിങ്സ്. ഡെസേർട്ടൊന്നും അന്നൊന്നും ഇവിടെ സുലഭമല്ലാത്ത കല്യാണം കഴിഞ്ഞാല് ഒരു പായസം ഇല്ലേല് ഐസ്ക്രീമിൽ ഒതുങ്ങുന്ന സമയത്ത് ഈ പുഡിങ് എന്ന് പറഞ്ഞ കൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ മൂത്ത സിസ്റ്ററെ കല്യാണത്തിന് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണ് സുമതി എന്ന് പറഞ്ഞ ഒരു ചെഫിനെ കൊണ്ടാന്നിട്ട് പുഡിങ് ഉണ്ടാക്കുന്നതെല്ലാം കണ്ട്. അപ്പൊ ഞാൻ തോന്നുന്നു അന്നേരം കണ്ണൂരിലില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടാക്കണമല്ലോ, പഠിക്കണമല്ലോ. അപ്പൊ ആ വീട്ടിലൊന്നും അങ്ങനെ കിട്ടാത്ത കാലഘട്ടത്തിൽ ഈ മരത്തിന്റെ മന്ത് കൊണ്ട് അല്ലെങ്കിൽ ഈ സ്പൂണ് കൊണ്ടെല്ലാം അടിച്ചിട്ടാണ് കേക്ക് അങ്ങനെയെല്ലാം ഉണ്ടാക്കല്. പക്ഷെ ആദ്യമായിട്ട് വീട്ടിലെല്ലാം കണ്ടത് ഞാൻ അവരെടുത്ത. നമുക്ക് അങ്ങനെയെല്ലാം ഒരു കുറെ ഓപ്പർച്യൂണിറ്റി കാണാനും പുഡിങ് ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ അത് തുടങ്ങിയത് കാരണം കുറെ നല്ല കുട്ടികൾ 10, 16, 18 വയസ്സുള്ള കുട്ടികൾക്ക് നല്ലോണം ഉമ്മമാരുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കാൻ നേരം വീട്ടിൽ പോയിട്ട് അവർക്ക് പോയി വരാനും സ്കൂളിൽ പോകാനൊന്നും സൗകര്യമില്ല. അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പുറത്ത് കൊടുത്തുകൂടാ? പണ്ട് ഗൾഫിലേക്ക് ഇഷ്ടംപോലെ സാധനം കൊണ്ടുപോകുന്ന സമയം, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൊടുത്തുകൂടെ? പാക്കറ്റ് ആയിട്ട് കൊടുത്ത് അപ്പം
അങ്ങനെ വീട്ടിൽ നിന്നുള്ള ആദ്യ സംരംഭം ഇപ്പൊ ഇത് കേൾക്കുന്നവർക്കെല്ലാം അറിയാം. ഞാനാണ് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കും. ആദ്യം എനിക്കിതാ കുറച്ച്. അവര് വലിയ സംരംഭകരായി. അവിടെ അച്ചാറുണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരിപ്പം പറയില്ല ഇത്താവാരും ആ മാർഗം കാണിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരാളെ യാചിക്കാൻ അനുവദിക്കരുത് മോനെ. എന്ന് വെച്ചാൽ പിന്നെ അവര് കുട്ടികളെങ്കിലും ഒരു നല്ല നിലയിലെത്തണം. എൻ്റെ അടുത്ത് പണിക്ക് വരുന്ന ആൾക്കാർ പറയും, എനിക്ക് 5-6 വർഷമെല്ലാം പണിക്കുന്ന കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നോട് പറയും, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ വരും, അമ്മാൻ്റെ അടുത്ത് തന്നെ. അവന് മോൾ ആഗ്രഹിക്കാനേ പാടില്ല. ഭർത്താവ് കഞ്ഞി തന്നാൽ അത് കുടിച്ച് സുഖമായിട്ട് ജീവിച്ചോളണം. ഫാമിലി ലൈഫാണ് ആഘോഷിക്കേണ്ടത്. അതിനുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പ്രാർത്ഥിക്കുക. വേറൊരു വീട്ടിൽ ഇങ്ങനെ അടിമകളെ പോലെ പണിയെടുക്കാനും മറ്റുള്ളവർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനുള്ള ആഗ്രഹങ്ങളെ നിങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റിട്ട് ഇവിടുന്ന് പോകണം. എനിക്ക് മോളല്ലെങ്കിൽ വേറൊരാൾ തിരിച്ചു വരും, അവർക്കും ഞാൻ ഇതേ ഉപദേശം കൊടുക്കും. എനിക്ക് എന്തായാലും സഹായത്തിന് ആള് വേണം പോലെ. പക്ഷെ എൻ്റെ സ്വാർത്ഥതക്ക് അവള് വന്നേ തീരൂ. ഞാൻ പറയാം, നിങ്ങൾ കഷ്ടങ്ങളാണെങ്കിലും നിങ്ങൾ ഭാര്യ ഭർത്താവായിട്ട് തന്നെ ജീവിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ബിരിയാണിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതുപോലെ ഇവിടുന്ന് കിട്ടിയ പോലെ കിട്ടിയെന്ന് വരൂല. ആ കഞ്ഞിയും തൃപ്തിപ്പെട്ട് ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ആ കുട്ടിയൊക്കെ നിങ്ങളൊരു മാതൃക ആക്കണം. ആ മാതൃകയിൽ കുട്ടി പഠിക്കാൻ തുടങ്ങും. അല്ലാണ്ട് ഉമ്മ ഒരു പണിക്ക് ജോലിക്ക് പോയി, ഒരു ഭാഗത്ത് ജോലിക്ക് പോയി, കുട്ടികളും അതേ താഴ്വായി തുടർന്നു കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഓരോ സെർവന്റിനെയും ഞാൻ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. പോയാൽ എല്ലാവരും തിരികെ വരാൻ ആഗ്രഹിച്ച് ഒരാളെ ഞാൻ തിരികെ വിളിച്ചിട്ടില്ല. ഈ ഒരു മനസ്സ് അല്ലെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ, ഈ ഒരു മനസ്സാണ് ശരിക്കും എല്ലാവർക്കും വേണ്ടത്. എന്തായാലും വളരെ ചിയർഫുൾ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് കുറെ അധികം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടെങ്കിൽ ടു സോറി. ഈ പറഞ്ഞ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടെങ്കിൽ ഒരു വിഷമം. എല്ലാവർക്കും നല്ല മോട്ടിവേഷനും വളരെ ഹാപ്പി ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളെപ്പോലത്തെ ഉള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ, സത്യത്തിൽ ഞാൻ പറയാലോ, നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കാരണം ഇങ്ങനെ ചാനലിലൂടെ ഓരോരാൾക്ക് എന്താണ് സ്ത്രീകൾ എന്താണ് അറിയാം. ഇനി ഈ ചാനല് വേൾഡ് മൊത്തം അറിയപ്പെടട്ടെ. കുറേ എന്താ പറയാ, കുറേ കാലങ്ങളിൽ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാനും സ്വന്തമായിട്ട് ഒരു പാനൽ ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സാരഥിയാവാനും സാധിക്കട്ടെ എന്ന് എല്ലാവിധ പ്രാർത്ഥനകളും.